അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമില്ലെന്ന് മൂഢൻ ഹൃദയത്തിൽ പറയുന്നു. തങ്ങളുടെ ദുഷ്ടതയാൽ അവർ അത്യന്തം ക്ഷയിച്ചു. നന്മ ചെയ്യുന്നവരാരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമില്ലെന്ന് മൂഢൻ ഹൃദയത്തിൽ പറയുന്നു. തങ്ങളുടെ ദുഷ്ടതയാൽ അവർ അത്യന്തം ക്ഷയിച്ചു. നന്മ ചെയ്യുന്നവരാരുമില്ല. ജ്ഞാനിയും ദൈവത്തെ തേടുന്നവനുമുണ്ടോ എന്നറിയാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ വീക്ഷിക്കുന്നു. എല്ലാവരും വ്യതിചലിച്ചിരിക്കുന്നു, ഒന്നടങ്കം ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികൾ എന്റെ സ്വരത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. അവരാരും ഇതറിയുന്നില്ല. ദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുന്നില്ല. അകാരണമായി അവർ അത്യധികം ഭയപ്പെട്ടു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരുടെ അസ്ഥികൾ ദൈവം ചിതറിക്കും. ദൈവം അവരെ നിരസിച്ചതിനാൽ അവർ ലജ്ജിച്ചു. സിഹിയോനിൽ നിന്ന് ഇസ്രായേലിന് ആര് രക്ഷ തരും? കർത്താവ് തന്റെ ജനത്തിന്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആഹ്ലാദിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. അപരിചിതർ എനിക്കെതിരായി നിൽക്കുന്നു. ശക്തർ എന്റെ ജീവൻ തേടുന്നു. അവർ അങ്ങേ പരിഗണിക്കുന്നില്ല. ദൈവം എന്റെ സഹായകനാകുന്നു. കർത്താവ് എന്റെ ജീവന്റെ സംരക്ഷകനാകുന്നു. കാഴ്ചവസ്തു ഞാൻ അങ്ങേക്ക് ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങ് നല്ലവനാകയാൽ തിരുനാമം ഞാൻ പുകഴ്ത്തും. എല്ലാ ദുരിതങ്ങളിൽ നിന്നും അങ്ങ് എന്നെ വീണ്ടെടുത്തു. എന്റെ ശത്രുക്കളെ എന്റെ കണ്ണുകൾ കാണുകയും ചെയ്തു.
ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ അപേക്ഷ നിരസിക്കരുതേ. എന്നെ ശ്രവിച്ച് എനിക്ക് ഉത്തരമരുളണമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, ദുഷ്ടന്മാർ എന്നെ ഞെരുക്കുന്നു. ഭയം എന്നെ ഗ്രസിച്ചിരിക്കുന്നു, മരണത്തിന്റെ നിഴൽ എന്നെ മൂടിയിരിക്കുന്നു. മാടപ്രാവിൻ്റേതുപോലുള്ള ചിറകുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി ദൂരെ വസിക്കുമായിരുന്നു. പറന്നു ചെന്ന് ഞാൻ വനത്തിൽ പാർക്കുമായിരുന്നു, കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കുന്നവനെ കാത്തിരിക്കുമായിരുന്നു. നഗരത്തിൽ അതിക്രമവും കലഹവും ഞാൻ കണ്ടു. കർത്താവേ, അവരുടെ നാവുകൾക്ക് കടിഞ്ഞാണിടണമേ. അവർ രാവും പകലും കോട്ടമതിലിനെ ചുറ്റി നടക്കുന്നു. പട്ടണത്തിൽ അധർമ്മവും അക്രമവും ചതിയും മാത്രം, തെരുവീഥിയിൽ നിന്ന് ദുഷ്ടതയും വഞ്ചനയും വിട്ടുമാറുന്നില്ല. ശത്രുവാണ് എന്നെ നിന്ദിച്ചതെങ്കിൽ ഞാനത് പൊറുക്കുമായിരുന്നു. വിരോധിയാണ് മറുതലിച്ചതെങ്കിൽ ഞാൻ ഓടി ഒളിക്കുമായിരുന്നു. എന്നാൽ എന്നെ പോലെ ഒരുവനും എൻ്റെ സ്നേഹിതനും അയൽക്കാരനുമായ നീയാണല്ലോ എന്നോടിത് ചെയ്തത്. നമ്മൾ ഐക്യത്തിൽ വ്യാപരിച്ചിരുന്നപ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ച് ഭക്ഷിക്കുമായിരുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് എന്നെ രക്ഷിക്കും. സായാഹ്നത്തിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ധ്യാനിക്കുകയും പറയുകയും എന്റെ സ്വരമുയർത്തുകയും ചെയ്യും. എന്നോട് കാപട്യം കാണിക്കുന്നവരിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണമേ, കാരണം അവർ ശണ്ട കൂടുന്നവരാണ്. യുഗങ്ങൾക്ക് മുമ്പേയുള്ള ദൈവമേ, എന്നെ ശ്രവിക്കണമേ, അവരെ എളിമപ്പെടുത്തണമേ. അവർക്കൊരു മാറ്റവുമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. അയൽക്കാരനെതിരെ അവർ കരമുയർത്തുന്നു, അവനുമായുള്ള ഉടമ്പടി അവർ ലംഘിക്കുന്നു. അവന്റെ മുഖത്തെ കോപവും ഹൃദയത്തിലെ രോഷവും അവരെ അസ്വസ്ഥരാക്കുന്നു. അവന്റെ വാക്കുകൾ തൈലത്തേക്കാൾ മയമുള്ളതാകുന്നു, എന്നാൽ അവ അസ്ത്രമുനകളാകുന്നു. നിന്റെ ആകുലത കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ പരിപാലിക്കും. നീതിനിഷ്ഠർ ചഞ്ചലചിത്തരാകാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല. ദൈവമേ, എന്റെ ന്യായവിധി അങ്ങയെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, കൃപയുടെ നിറകുടമേ കന്യാമാതാവേ. വിണ്ണിൻ സുതനേകി മണ്ണിൽ നീ ജനനം, നിൻ മഹിമാവിഹ വർണ്ണിപ്പാൻ ശക്തി എനിക്കില്ല. നീ ഞങ്ങളുടെ വംശത്തിന്റെ മഹത്വമാകുന്നു. ഉന്നതി നരനീകാൻ ഉന്നതനെളിയവനായി നിന്തിരുവുദരത്തിൽ വന്നു വസിച്ചതിനാൽ നിന്നപദാനം കീർത്തിപ്പോ മാനവരെന്നാളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശിൻ സവിധത്തിൽ നിൻകരൾ നീറുമ്പോൾ നാഥനരുൾ ചെയ്തു സ്ത്രീയെ പുത്രനിതാ. ഞങ്ങൾ നിൻ സുതരായല്ലോ തിരുമൊഴിയതിനാലേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ, കാക്കണമേ
ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്ക് ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ
അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും